കേരളം എപ്പോഴും ചരിത്രത്തിൽ സ്ഥാനം പിടിക്കുന്ന ധാരാളം പുതിയ കാര്യങ്ങൾ ചെയ്യുന്നൊരു സംസ്ഥാനമാണ്. സിനിമ നമ്മുടെ പൊതുവിൽ സമൂഹത്തിൻ്റെ പൊതു ഉത്തരവാദിത്വമൊന്നുമല്ല, അത് സ്വയംഭൂവായി കാര്യങ്ങൾ ചെയ്യുന്ന ഒന്നാണ് എന്ന ധാരണയല്ല കേരളത്തിനുള്ളത്. അത് സ്വയംഭൂവായി ചെയ്യുന്നു, അല്ലെങ്കിൽ സ്വയം അവിടുത്തെ കലാകാരന്മാർ ആ കാര്യങ്ങൾ ചെയ്യുന്നു എങ്കിലും അതിന് നിയന്ത്രണം കൊണ്ടുവരാനല്ല, പക്ഷേ ആവശ്യമായ സപ്പോർട്ട് കൊടുക്കാൻ, അതിനൊരു കൃത്യമായ രീതി ഉണ്ടാക്കാൻ സർക്കാരിൻ്റെ സഹായം ഉണ്ടാവണം. പ്രത്യേകിച്ചും അടുത്ത കാലത്ത് ധാരാളം ചർച്ചകൾ ഉയർന്നു വന്നൊരു പശ്ചാത്തലത്തിൽ എന്നുള്ളത് കൊണ്ടാണ് സർക്കാരിൻ്റെ മുൻകൈയിൽ നമ്മുടെ സാംസ്കാരിക വകുപ്പ് മുൻകൈയെടുത്ത് ഇത്തരമൊരു കോൺക്ലേവ് സംഘടിപ്പിക്കാൻ ആലോചിച്ചത്. അത് സംഘടിപ്പിക്കാൻ തീരുമാനമെടുക്കുന്ന സമയത്തുണ്ടായിരുന്ന ചില സംശയങ്ങളും ആശങ്കകളും അഭിപ്രായങ്ങളും ഒക്കെ മാറ്റാൻ ഇവിടെ വളരെ വിജയകരമായ 2 ദിവസത്തെ ഈ കോൺക്ലേവിന് കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വളരെ നല്ല പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ കുറച്ച് ചർച്ചകൾ കേൾക്കാനും അവസരം കിട്ടി. അപ്പോൾ അതിനകത്തെല്ലാം ഉയർന്നു വന്ന ചർച്ചകൾ സിനിമ ഒരു ഇൻഡസ്ട്രി എന്ന നിലയിലും കലാരൂപം എന്ന നിലയിലും രണ്ടും കൂടി ചേർത്തുകൊണ്ട് മുന്നോട്ട് പോയാലേ സിനിമയാവൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതിനകത്ത് നിൽക്കുന്ന എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെയും പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് അത് മുന്നോട്ട് പോകുന്നതിനെ പറ്റിയുള്ള ചർച്ചകളാണ് വന്നത്. ഞാൻ കേട്ടതും അത്തരം ചില ഭാഗങ്ങളാണ്. സിനിമയുടെ ഭാവിയെപ്പറ്റി ചർച്ച ചെയ്യേണ്ട ഘട്ടമാണ്, അതുൾപ്പെടെ ചർച്ച ചെയ്തിട്ടുണ്ട്. അതിനകത്ത് പങ്കെടുക്കുന്ന ഓരോ മേഖലയിലെയും ആളുകൾ അവർക്ക് നേരിടേണ്ടി വരുന്ന വ്യത്യസ്തമായ അനുഭവങ്ങൾ, അതിനൊക്കെ ഒരു രൂപം നൽകുന്നതിന്, അതിനെ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്, അവർക്ക് എല്ലാവർക്കും അവരുടെ തൊഴിലിനും അവരുടെ പ്രവർത്തനങ്ങൾക്കും സംരക്ഷണം നൽകുന്നതിന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെപ്പറ്റി ചർച്ച വന്നു. അടിസ്ഥാനപരമായി എങ്ങനെയാണ് ഒരു ഇൻഡസ്ട്രി എന്ന നിലയിൽ ഈ രംഗത്ത് വേണ്ട ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെപ്പറ്റി നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതിനെപ്പറ്റി ചർച്ച വന്നു. ഭാവിയിൽ എങ്ങനെയായിരിക്കും സിനിമ എന്നുള്ളത് ലോകത്താകെ ചർച്ച ചെയ്യപ്പെടുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നേക്കാളും കൂടുതൽ അറിയുന്ന ആളുകളാണ് ഇവിടെയുള്ളത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ശക്തമായ മുന്നോട്ട് വരവിനെ തുടർന്ന് ആദ്യം സമരം ഉണ്ടായത് ഹോളിവുഡിലാണ്. തൊഴിലാളികൾ അല്ലെങ്കിൽ അവിടുത്തെ പണിയെടുക്കുന്ന മറ്റു മേഖലകൾ, ആർട്ട്, അതിൻ്റെ പ്രൊഡക്ഷൻ രംഗത്തൊക്കെയുള്ള തൊഴിൽ മേഖലയിൽ ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഒരു കാര്യം വളരെ കൃത്യമാണെന്ന് നമുക്കറിയാം. ലോകത്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്ന് അതിൻ്റേതായ പാരമ്യത്തിൽ വന്നാലും ആർട്ടും കൾച്ചറും സ്പോർട്സും തുടങ്ങിയ കാര്യങ്ങൾ എപ്പോഴും തനതായി നിലനിൽക്കുമെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. കാരണം അതിന് ഇംപ്രവൈസേഷൻ ഏത് ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിനും ആ ഇംപ്രവൈസേഷൻ പറ്റില്ല. ഒരു കലാകാരിയോ കലാകാരനോ ഒരു സ്പോർട്സ്മാനോ ഒരു വിമനോ അവർ ചെയ്യുന്ന അതേ തരത്തിൽ വേറൊരാൾക്ക് ഒരു യന്ത്രത്തിന് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് ആ ഇംപ്രവൈസേഷൻ്റെ പ്രശ്നം എപ്പോഴും നിൽക്കും. അതുകൊണ്ട് തന്നെ ഭാവിയിൽ മനുഷ്യൻ്റെ അധ്വാനത്തിൻ്റെ സമയമൊക്കെ കുറയും. 4 മണിക്കൂറാവാം, അതിൽ കുറവാവാം. പക്ഷേ ഈ കലാരൂപത്തിന്, കലാരീതികൾക്ക്, പൊതുവിലുള്ളതിൻ്റെ മൗലികമായ കാര്യങ്ങൾക്ക് പ്രാധാന്യം ഉണ്ടാകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതിന് ഏറ്റവും നല്ല ലീഡ് കൊടുക്കാൻ പറ്റുന്നത് മലയാള സിനിമയിലെ പ്രവർത്തകർ തന്നെയാണ് എന്നുള്ളതിന് സംശയമില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്നലെ ഇവിടെ സംസാരിക്കുമ്പോൾ ഇന്ത്യയിലെ കൊമേഴ്സ്യൽ ആസ്പെക്റ്റിൽ അതിൻ്റെ 20% എന്നൊരു കണക്ക് ഞാൻ കണ്ടു, ഞാൻ വായിച്ചതേ ഉള്ളൂ. അപ്പോൾ അത് അത്തരം കാര്യങ്ങൾ ഉൾപ്പെടെ മലയാള സിനിമയെപ്പറ്റി പറയുന്നു. ഇപ്പോൾ മലയാള സിനിമ ഞങ്ങളൊക്കെ പുറത്ത് യാത്ര ചെയ്യുകയും മറ്റു സുഹൃത്തുക്കളെ കാണുമ്പോൾ മലയാള സിനിമയിലാണ് ഇപ്പോൾ തനതായിട്ട് ധാരാളം കഥകൾ വരുന്നതെന്ന് ചില സുഹൃത്തുക്കൾ പറയാറുണ്ട്. അത് എന്നെപ്പോലുള്ള മലയാളിയായ ഒരാളെ ചിലപ്പോൾ സന്തോഷിപ്പിക്കാൻ പറയുന്നതായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞാൽ അല്ല, അങ്ങനെന്താ മലയാളം പറ്റി മാത്രമാണോ? അല്ല, ധാരാളം ഒറിജിനൽ സ്റ്റോറീസ്, ഒറിജിനൽ തിങ്കിങ് വരുന്ന കുറേ ഭാഷകളുണ്ട്. മലയാളത്തിൽ ധാരാളം അത്തരം കാര്യങ്ങൾ വരുന്നു. അത് സന്തോഷമുള്ളൊരു കാര്യമാണ് കേൾക്കുന്നത്. നമ്മൾ ഈ കാര്യങ്ങളിലെല്ലാം പല കാര്യങ്ങളിലും മുൻകൈയെടുത്ത് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സിനിമ മാത്രമല്ല, ടൂൺസ് അക്കാഡമി ആദ്യമായിട്ട് നമ്മുടെ ഈ കാർട്ടൂൺ അല്ലെങ്കിൽ ഈ ഡിജിറ്റൽ രംഗത്ത് ഒരു വലിയ പരീക്ഷണമായിരുന്നു. AVGC പോളിസി ഇന്ത്യയിൽ ആദ്യമായിട്ട് അംഗീകരിച്ചത് കേരള സർക്കാരാണ്. AVGC പോളിസി വന്നിരിക്കുന്നു. അപ്പോൾ അതേപോലുള്ള കാര്യങ്ങൾ ഇനിയും ചെയ്യുക. നമ്മുടെ തിയേറ്റർ കോംപ്ലക്സുകൾ, സർക്കാരിൻ്റെ തന്നെ മുൻകൈയിലുള്ള തിയേറ്ററുകൾ ധാരാളം ഇപ്പോൾ നിർമ്മിക്കുന്നുണ്ട്. ഇപ്പോഴും പുതിയ തിയേറ്റർ കോംപ്ലക്സുകൾ സർക്കാരിൻ്റെ, നമ്മുടെ ചലച്ചിത്ര ഇപ്പം ഞാൻ ഓർക്കുന്നു, ഷാജിയൻ കരുൺ സാറ്, അദ്ദേഹം പലപ്പോഴും ഈ സിനിമാ പ്രവർത്തകരുടെ കാര്യങ്ങൾ, പ്രത്യേകിച്ചും ഫണ്ടിൻ്റെയൊക്കെ കാര്യമായിട്ട് ധനകാര്യമന്ത്രിയെ വിളിക്കുമല്ലോ, അങ്ങ് വരും. ഞാൻ പറഞ്ഞു സാറങ്ങോട്ട് വരണ്ട, അദ്ദേഹത്തിന് സുഖമില്ലാതാവുന്നതിന് മുമ്പ് ഉൾപ്പെടെ ആ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തോളാം. കാരണം അദ്ദേഹം ഞങ്ങളൊക്കെ കാണുകയും പരിചയപ്പെടുമ്പോൾ എത്രയോ സീനിയറായ ഒരാളാണ്. അദ്ദേഹം ഏറ്റവും അവസാനം വരെ അദ്ദേഹത്തിന് സുഖമില്ലാതായി എന്ന് ഞങ്ങളൊക്കെ അറിയുന്നത് ഏറ്റവും അവസാനത്തെ നാളുകളിലാണ്. അതിന് തൊട്ട് ഒരു മാസം മുമ്പ് ഇപ്പം ചെങ്ങന്നൂരിലും തലശ്ശേരിയിലുമൊക്കെ ഈ പുതിയ തിയേറ്റർ കോംപ്ലക്സ് ഒരു 10-20 സ്ഥലത്ത് നമ്മൾ പണിയുന്നുണ്ട്.
കൊട്ടാരക്കര ബഹുമാനായ കൊട്ടാരക്കര ശ്രീധരൻ നായരുടെയും ഭരത് മുരളിയുടെയും സ്മാരകമായ ഒരു തിയേറ്റർ കോംപ്ലക്സ് വേണം. അപ്പോൾ നവകേരള സദസ്സിൽ ഞങ്ങളുടെ MLA-മാരുടെ കുറച്ച് ഫണ്ട് വെക്കുന്ന ഒരു പദ്ധതി ഉണ്ടായിരുന്നു. അതിനകത്ത് സിനിമ നമ്മുടെ മറ്റ് ഫണ്ടും കൂടി ഉണ്ടാക്കുന്ന കാര്യം KSFDCയുടെ ഡെവലപ്മെൻറ്റ് അതിനകത്ത് സഹായം ഉണ്ടാവണം. അങ്ങനെ അദ്ദേഹം അവിടെ വന്നു. ഞാനിത് പറഞ്ഞതേ ഉള്ളൂ. അദ്ദേഹം അവിടെ വന്ന് ചെറിയൊരു റോഡ് സൈഡിലുള്ള അല്പം ഉയരമുള്ള സ്ഥലമാണ്. അവിടെ അദ്ദേഹം ആ സ്ഥലത്തെല്ലാം വന്ന് കയറി 2 പ്രാവശ്യം അദ്ദേഹം അവിടെ വന്നു. ഞാൻ പറഞ്ഞു അദ്ദേഹത്തിന് അപ്പോൾ ഈ അസുഖം ഉണ്ടായിരുന്നു, എനിക്കറിയില്ല എന്ന് പറഞ്ഞാൽ കുറച്ച് നാൾ മുമ്പാണ്. അങ്ങനെ കമ്മിറ്റഡായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ധാരാളം ചലച്ചിത്രകാരന്മാർ, ഇന്നത്തെ ഉദ്ഘാടകൻ ഉൾപ്പെടെ നമ്മുടെ മലയാള സിനിമയുടെ പേരും പ്രശസ്തിയും ലോകത്താകെ എത്തിച്ച ആളുകൾ ധാരാളം നമുക്കുണ്ട്. ഇപ്പോഴും അത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. മൈന്യൂട്ടായ ചില കാര്യങ്ങൾ പറയുന്നത്, ഇതുപോലെ ചർച്ചകൾ വന്നാൽ ഗുണമുണ്ടാകുന്ന ചില കാര്യങ്ങൾ ഇവിടെ കേട്ടത് എനിക്കും വളരെ ശ്രദ്ധേയമായി തോന്നി. തീർച്ചയായും വകുപ്പ് അതിന് അല്ലെങ്കിൽ ബന്ധപ്പെട്ട സമിതികൾ അതിന് കാര്യങ്ങൾ ചെയ്യുമെന്ന് ഞാൻ കരുതുന്നു. ചെറിയൊരു ഉദാഹരണമാണ് റെയിൽവേ കോച്ച്. ഇവിടെ പറഞ്ഞു റെയിൽവേയുടെ ഒരു ട്രെയിനിൻ്റെ ഒരു സീൻ വേണമെങ്കിൽ നമ്മുടെ ചിത്രാഞ്ജലിയിൽ അത്തരം സൗകര്യങ്ങൾ വേണം. മതിലുകളുടെ കാര്യം പറഞ്ഞിട്ടാണ് അദ്ദേഹം തുടങ്ങിയത്. ചർച്ചയിൽ പറഞ്ഞു മതിലുകളുടെ പഴയ ആ മതിലവിടെ നിർത്തിയായിരുന്നെങ്കിൽ നന്നായിരുന്നു. മതിലുകൾ ഇതൊരു മ്യൂസിയം കൂടിയാണ്. ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ രാമോജി റാവു ഫിലിം സിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനാണ്. അപ്പോൾ അതിനകത്ത് അവിടെ ചെല്ലും പറയും ഇത് ഇന്ന സിനിമയിലെ ഇന്ന രംഗമാണ് എന്ന് പറയുന്ന, ഞാനത് സന്ദർശിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. ഇന്ന സിനിമയുടെ ആ സീനുകൾ ഇവിടെയാണ് എടുത്തത്. അപ്പോൾ നമുക്ക് അത്തരം കാര്യങ്ങളെ പറ്റിയും ഉൾപ്പെടെ അതിൻ്റെ സ്ഥലവും സൗകര്യവും ഉണ്ടെങ്കിൽ ആർക്കൈവ്സിന് വേണ്ടി ഒരു ശ്രമം ശ്രീ സജയ് ചെറിയാൻ അദ്ദേഹം മന്ത്രിയായി ആ വകുപ്പ് കുറച്ച് മുൻകൈ എടുക്കുന്നുണ്ട്. ആർക്കൈവ്സ് കുറച്ചുകൂടെ സ്ട്രെങ്തൻ ചെയ്യാൻ അതിനായിട്ട് ബഡ്ജറ്റിൽ തന്നെ പ്രത്യേകം ഫണ്ട് നമ്മൾ അനുവദിച്ചിരുന്നു. പക്ഷേ ഇവിടെ പറഞ്ഞതുപോലെ ഈ സിനിമ സംബന്ധിച്ച് കുറച്ചുകൂടി കാര്യങ്ങൾ അത് പിന്നെ മ്യൂസിയം എന്ന നിലയിൽ പോലും ഇതേപോലെയുള്ള ചില സൗകര്യങ്ങൾ കൊണ്ടുവരുന്നതിനുള്ള ഫണ്ട്, ആ ഫണ്ടിൻ്റെ ഒന്നും തടസ്സം സിനിമാ വ്യവസായത്തിന് ഉണ്ടാവില്ല, അല്ലെങ്കിൽ സ്റ്റുഡിയോയ്ക്ക് ഉണ്ടാവില്ല എന്ന കാര്യം പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. അതുപോലുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യം കേട്ടത് കൊമേഴ്സ്യൽ ആസ്പെക്റ്റ് കൊണ്ടുള്ളതുകൊണ്ടാണ്. ഈ കോസ്റ്റ്യൂംസിൻ്റെ ഭാഗം പറഞ്ഞപ്പോഴാണ്. കോസ്റ്റ്യൂംസ് ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ കോസ്റ്റ്യൂംസ് വെച്ചിട്ട് സിനിമാ താരങ്ങൾ ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ട് വേണമെങ്കിലൊരു പിന്നെ മാർക്കറ്റിങ്ങിന് വേണ്ടി ചില ഫാഷൻ അതിനകത്ത് മാർക്കറ്റിങ്ങിന് വേണ്ടി താരങ്ങൾ ഉൾപ്പെടെ പങ്കെടുക്കുന്നൊരു നിർദ്ദേശം പറഞ്ഞു. വളരെ നല്ലൊരു നിർദ്ദേശമാണെന്ന് എനിക്ക് തോന്നുന്നു. അത് ഫാഷൻ ഇൻഡസ്ട്രിക്ക് സഹായകരമായിരിക്കും. പിന്നെ അതുപോലെ ഈ സിനിമയുടെ ഭാഗമായിട്ട് അതിനുണ്ടാകുന്ന വരുമാനത്തെപ്പറ്റി നിങ്ങൾ അറിയിക്കും. വളരെ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. ഇത്തരം കാര്യങ്ങൾക്കൊക്കെ വലിയ തുകയുടെ ആവശ്യമില്ല എന്നുള്ളതാണ്. ഫിനാൻസ് മിനിസ്റ്റർ എന്നുള്ള നിലയിൽ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇതൊന്നും വലിയ തുകയുടെ ആവശ്യമല്ല. പലപ്പോഴും അത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിന് ഗവൺമെൻറ് സദാ സന്നദ്ധമായിരിക്കും എന്നുള്ള കാര്യം ഇവിടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ടാക്സ് സംബന്ധിച്ചൊരു വലിയ ഇഷ്യൂ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ OTT പ്ലാറ്റ്ഫോം വന്നപ്പോൾ, അല്ലെങ്കിൽ സിനിമാ വിതരണക്കാരുടെ നിർമ്മാതാക്കൾക്കറിയാം GSTയുടെ ഒരു പ്രശ്നമായിരുന്നു. അതിൻ്റെ ടാക്സ് എവിടുന്ന് കളക്ട് ചെയ്യും. മിക്കവാറും എല്ലാ പ്രൊഡ്യൂസേഴ്സും മേജർ ഫിലിം ആക്ടേഴ്സ് ഉൾപ്പെടെ ആ കാര്യത്തെ സംബന്ധിച്ചുള്ള ചില പ്രശ്നങ്ങൾ പറഞ്ഞിരുന്നു. GST കൗൺസിൽ ഈ കാര്യം പ്രത്യേകം കേരള ഗവൺമെൻറ്റാണ് വെച്ചത്. കേരള ഗവൺമെൻറ്റിന് വേണ്ടി ഞങ്ങളോട് സംസാരിച്ചിരുന്നു. ആ കാര്യത്തിന് അനുകൂലമായ തീരുമാനം വന്നിട്ടുണ്ട് എന്നുള്ളത്. നമുക്ക് ഒരുമിച്ച് ഇത്തരം കാര്യങ്ങൾ റേസ് ചെയ്യാൻ പറ്റിയാൽ അത് പരിഹാരമുണ്ടാവും എന്നുള്ളതാണ്. അവസാനമായിട്ടൊരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കാം. ഇവിടെ നമ്മുടെ പ്രശസ്ത നിർമ്മാതാവാണ് ശ്രീ സുരേഷ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. സിനിമ ഒരു കോംപ്ലക്സ്, അത് ഇപ്പോഴത്തെ നമ്മുടെ ടാഗോർ തിയേറ്ററിൻ്റെ സ്ഥലത്ത് നേരത്തെ തന്നെ പെർമനൻ്റായ ഒരു ഫെസ്റ്റിവൽ വെന്യൂൻ്റെയൊക്കെ കാര്യം മുമ്പ് തൊട്ടേ പറയുന്നുണ്ട്. ഏതായാലും അതിന് സാമ്പത്തികമായിട്ട് ഉള്ള എല്ലാ പിന്തുണയും അതെങ്ങനെയാണെന്നുള്ള വകുപ്പുകൾ തമ്മിൽ സംസാരിക്കേണ്ടതാണ്. അവിടെ അല്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് അടൂർ സാറിനോട് ചോദിച്ചു, സാർ ചിത്രലേഖയുടെ സ്ഥലം അവിടെ വല്ലതും കിടപ്പുണ്ടോ എന്ന് ചോദിച്ചു. ഈ സംസാരം കഴിയുമ്പോൾ ചിത്രലേഖയുടെ സ്ഥലത്താണിപ്പോൾ ഈ എയർഫോഴ്സ് അക്കാഡമി വന്നത്. അപ്പോൾ ഭൂമി ഒരു പ്രശ്നം തന്നെയാണ്, അതിൻ്റെ ആക്സസും പ്രശ്നമാണ്. വളരെ ദൂരെ ആയാലൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. ഞാൻ പറഞ്ഞത് അത്തരം ഒരു കാര്യത്തിന് ഒരു 100 കോടി രൂപയുടെ ഒക്കെ ചെലവിന് അകത്ത് നിൽക്കുന്നതാണ് അത്തരം ഒരു കോംപ്ലക്സ് വരുന്നത്. എന്തായാലും അത്തരം ഒരു കോംപ്ലക്സ് നമ്മുടെ ഈ ഇൻഡസ്ട്രിയായി ബന്ധപ്പെട്ടിട്ട് ഈ ഉദ്ദേശിച്ച തരത്തിലുള്ള കോംപ്ലക്സ് വരുന്നതിനുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും. അതിന് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ആ കാര്യവും ഉണ്ടാകും എന്ന കാര്യം മാത്രം പറഞ്ഞുകൊണ്ട്, വളരെ പ്രാധാന്യമുള്ള നമ്മുടെ നാളേക്ക് വേണ്ടി ഏറ്റവും നല്ല കാര്യങ്ങൾ നിർദ്ദേശിക്കാൻ കഴിഞ്ഞ നല്ല പങ്കാളിത്തമുള്ള ഈ കോൺക്ലേവിൽ പങ്കെടുത്ത എല്ലാവരെയും, അത് സംഘടിപ്പിച്ച ബഹുമാനപ്പെട്ട മന്ത്രിയും അദ്ദേഹത്തിൻ്റെ ടീം ഉൾപ്പെടെയുള്ള മുഴുവൻ പ്രവർത്തകരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു.